Dear students, welcome to Learner's World. In this video, I'm going to talk about The Theologian's Nightmare by Bertrand Russell, FIUGP Semester 4 VSc Commerce and Management under Calcutta University. Summary of The Theologian's Nightmare. ദൈവശാസ്ത്രജ്ഞൻ്റെ ഭീകരസ്വപ്നം. The Theologian's Nightmare is a short satirical story by Bertrand Russell that criticizes human pride and the belief that humans are the center of the universe. ബെർട്രാൻഡ് റസൽ എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ്. ഒരു ഹാസ്യരൂപത്തിലുള്ള ഒരു സാറ്ററിക്കൽ സ്റ്റോറിയാണ്. പരിഹാസ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത്. ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ പ്രൈഡിനെ, അതായത് മനുഷ്യരുടെ അഹങ്കാരത്തെയും അതുപോലെ മനുഷ്യനാണ് ഈ ഒരു യൂണിവേഴ്സിൻ്റെ, ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന ആ ഒരു വിശ്വാസത്തെയൊക്കെ പരിഹസിക്കുന്ന ഒരു സാറ്ററിക്കൽ ഷോർട്ട് സ്റ്റോറിയാണ് ദ തിയോളജിയൻസ് നൈറ്റ്മെയർ എന്ന് പറയുന്നത്. ത്രൂ ഹ്യൂമർ ആൻഡ് ഇമാജിനേഷൻ റസൽ ക്വസ്റ്റ്യൻസ് റിലീജിയസ് അരോഗൻസ് ആൻഡ് ഹൈലൈറ്റ്സ് ദ വാസ്റ്റ്നെസ് ഓഫ് ദ കോസ്മസ്. അപ്പോൾ വളരെ ഒരു പരിഹാസ രൂപത്തിൽ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹാസ്യവും അതുപോലെ ഇമാജിനേഷൻ, സങ്കല്പശക്തിയൊക്കെ ഉപയോഗിച്ച് മനുഷ്യരുടെ സ്വയം പ്രാധാന്യബോധത്തെയും അന്ധമായിട്ടുള്ള മതവിശ്വാസത്തെയും ഒക്കെ ബെർട്രാൻഡ് റസൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. The story is about Dr. Thaddeus, a devoted theologian who spent his life studying religion and serving God. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ താഡിയസ് ആണ്. അയാൾ ഒരു പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തെ സേവിക്കാനും അതുപോലെ മതപഠനത്തിനൊക്കെ ആയിട്ട് ചെലവഴിച്ച ഒരാളാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തെ സേവിക്കാനും മതപഠനത്തിനൊക്കെ ചെലവഴിച്ച ഒരാളാണ്. അപ്പോൾ അയാളൊരു സ്വപ്നം കാണുകയാണ്, മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു സ്വർഗത്തിലേക്ക് പോകുന്നത്. After his death, he dreams that he goes to heaven, expecting a warm welcome and recognition for his lifelong devotion. അപ്പോൾ അയാളൊരു സ്വപ്നം കാണാണ്, മരണശേഷം താൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. അവിടെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ തൻ്റെ സേവനങ്ങൾക്ക് ഒരു ദൈവികപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തുന്നത്. However, instead of angels, he meets a janitor who seems unaware of humans and their importance. അപ്പോൾ സ്വർഗവാതിലിൽ എത്തിയ സമയത്ത്, സ്വപ്നമാണ് കേട്ടോ, സ്വർഗവാതിലെത്തിയ സമയത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് ഏഞ്ചൽസ് ആയിരുന്നില്ല. അതിന് പകരമായിട്ട് ഒരു ജാനിറ്റർ ആയിരുന്നു. ജാനിറ്റർ മീൻസ് ശുചീകരണ തൊഴിലാളി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ജാനിറ്റർക്ക്, ഈ ഒരു ശുചീകരണ ജോലിക്കാരന് മനുഷ്യരെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ ഒന്നും ഒരു അറിവുമില്ലാത്ത ഒരാളായിരുന്നു. When Dr. Thaddeus claims that man is the supreme creation of God, the janitor is surprised and says he has never heard of humans. അതിന് ഡോക്ടർ താഡിയസ് അവകാശപ്പെടുന്നുണ്ട്, അതായത് ഈ ഒരു ജാനിറ്റർക്ക് അറിയില്ല ആരാണ് മനുഷ്യനെന്ന്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു താഡിയസ് ജാനിറ്ററോട് പറയാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനിറ്റർ ഇത് കേട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ജാനിറ്റർക്ക് ഹ്യൂമൻ ഇമ്പോർട്ടൻസ് അറിയില്ല. The theologist is then taken to a cosmic library where a librarian tries to locate Earth. പിന്നീട് താഡിയസിനെ ഒരു ബ്രഹ്മാണ്ഡ ലൈബ്രറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഭൂമിയെ കണ്ടെത്താൻ ലൈബ്രറിയന് വർഷങ്ങളെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡോക്ടർ താഡിയസ് സ്വപ്നത്തിലാണ് താൻ മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സ്വപ്നമാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹത്തെ വെൽക്കം ചെയ്തത് ഏഞ്ചൽസ് ആയിരുന്നില്ല, അതിന് പകരമായിട്ട് ഒരു ജാനിറ്റർ, അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായിരുന്നു. ശുചീകരണ തൊഴിലാളിക്ക് എന്താണ് ഹ്യൂമൻ, മനുഷ്യൻ എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ മനുഷ്യനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. പിന്നീട് വലിയൊരു ലൈബ്രറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്.
അവിടെ എത്തിയ സമയത്ത് ഭൂമി എവിടെയാണെന്ന് കണ്ടെത്താൻ ഈ ഒരു ലൈബ്രറിയിൽ കഴിഞ്ഞില്ല. ഒരുപാട് വർഷങ്ങളെടുത്തു ഭൂമിയെ കണ്ടെത്താൻ എന്നാണ് പറയുന്നത്. This task takes years because the universe contains hundreds of billions of stars and galaxies, and Earth is only a teeny insignificant part of it. അപ്പോൾ ഈ ഒരു ബ്രഹ്മാണ്ട ലൈബ്രറിയിൽ ഭൂമിയെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ലൈബ്രറിയിൽ 100 കോടികളിലധികം നക്ഷത്രങ്ങളും ഗാലക്സികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഭൂമി ഒരു ചെറിയ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത പ്രാധാന്യമില്ലാത്ത ഒരു ഗ്രഹം മാത്രമാണ് എന്നാണ് പറയുന്നത്. Eventually, the librarian finds Earth and explains that it is an average planet orbiting an ordinary star surrounded by many other planets. അങ്ങനെ അവസാനം ഭൂമിയെ കണ്ടെത്തുന്നുണ്ട് ഈ ഒരു ലൈബ്രറിയിൽ വെച്ചിട്ട്. അതൊരു സാധാരണ നക്ഷത്രത്തെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ശരാശരി ഗ്രഹമാണെന്ന് ലൈബ്രറിയൻ ഭൂമിയെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. Some of these planets even have parasites, human being one of them. This shocks Dr. Thaddeus deeply. എന്നിട്ട് ലൈബ്രറിയൻ പറയുന്നുണ്ട്, ചില ഗ്രഹങ്ങളിലെ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പരന്ന ഭോജികൾ പോലുള്ള ജീവികൾ ജീവിക്കുന്നുണ്ടെന്നും മനുഷ്യർ അതിലൊന്നാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു സത്യം കേൾക്കുന്ന സമയത്ത് ഡോക്ടർ താഡിയസിന് ആകെ ഒരു ഷോക്കാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. He realizes that humans are not special or central to creation, but merely insignificant beings in a vast universe. അങ്ങനെ അദ്ദേഹം തിരിച്ചറിയാണ്, ആ ഒരു മൊമെൻറ്റിൽ തിരിച്ചറിയുന്നുണ്ട് മനുഷ്യരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയല്ലെന്നും അതുപോലെ ഈ ബ്രഹ്മാണ്ടത്തിൽ മനുഷ്യർക്കുള്ള പ്രാധാന്യം അതീവ ചെറുതാണെന്നും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ മനുഷ്യരെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ചെറുതാണ്. അതായത് ഒരു ഹ്യൂമൻ പ്രൈഡിനെ, മനുഷ്യൻ്റെ അഹങ്കാരത്തെ, അതുപോലെ മനുഷ്യനാണ് ഈ ഒരു യൂണിവേഴ്സ്, ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ എല്ലാം എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നതിനെയാണ് ഈ ഒരു വർക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഡോക്ടർ താഡിയസ് റിയലൈസ് ചെയ്യാണ് മനുഷ്യനെന്ന് പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒന്ന് മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്, വളരെ ചെറിയതാണെന്ന് തിരിച്ചറിയുന്നത്. Unable to accept this truth, Dr. Thaddeus breaks down emotionally. അങ്ങനെ ഈ ഒരു സത്യം മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹം തകർന്നു പോകുന്നുണ്ട്, അദ്ദേഹം മാനസികമായിട്ട് തളരുന്നുണ്ട്. തൻ്റെ ജീവിതകാലം മുഴുവൻ വിശ്വസിച്ച ഈ ഒരു ആശയങ്ങളൊക്കെ തകർന്നു പോവുകയാണ്. അതോടെ അദ്ദേഹം ഇമോഷണലി തകരുന്നുണ്ട്. His lifelong belief that humans are God's special creation collapses. At this moment, he wakes up from the nightmare, disturbed by the idea that human importance might be an illusion. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദൈവത്തിൻ്റെ മഹത്തമായിട്ടുള്ള ഒരു ക്രിയേഷനാണ് മനുഷ്യൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ തൻ്റെ ഈ ഒരു വിശ്വാസം തകർന്നതോടുകൂടി അദ്ദേഹം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹം ഈ ഒരു സ്വപ്നത്തിൽ നിന്ന്, ഈ ഒരു നൈറ്റ് മെയറിൽ നിന്ന്, ഈ ഒരു ഭീകര സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇതൊരു വലിയൊരു സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉണരുന്നത്. അതുപോലെ മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടുള്ള ധാരണ ഒരു ഇല്യൂഷൻ മാത്രമാണെന്ന ആശയം അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ത്രൂ ദിസ് സ്റ്റോറി റസൽ ക്രിട്ടിസൈസസ് ഹ്യൂമൻ സെൽഫ് ഇമ്പോർട്ടൻസ്, ബ്ലൈൻഡ് റിലീജിയസ് ബിലീഫ് ആൻഡ് ആന്ത്രോപോസെൻട്രിസം. അപ്പോൾ ഈ ഒരു കഥയിലൂടെ ബെർട്രാൻഡ് റസൽ ഒരു ഹ്യൂമൻ സെൽഫ് ഇമ്പോർട്ടൻസിന്, മനുഷ്യൻ്റെ ആ ഒരു പ്രാധാന്യം, താനാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വലിയവൻ എന്നുള്ള ആ ഒരു ധാരണനെ തന്നെ പൊളിച്ചെഴുതാണ് ചെയ്യുന്നത്. അതുപോലെ മതാഹങ്കാരം, ബ്ലൈൻഡ് റിലീജിയസ് ബിലീഫ്, അതായത് അന്ധമായിട്ട് മതത്തിലുള്ള വിശ്വാസം, അതുപോലെ യുക്തിചിന്ത, ശാസ്ത്രീയ ബോധം എന്നിവയുടെ പ്രാധാന്യമൊക്കെ ഊന്നിപ്പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നു കൂടെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, He uses satire to show that the universe is immense and indifferent to human concerns, urging readers to adopt humility, reason and scientific thinking. അതുപോലെ ഈ ഒരു
കഥയിലൂടെ സറ്റയർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രപഞ്ചം എന്ന് പറയുന്നത്, പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നതിൽ പറയുന്നുണ്ട്. അതുപോലെ റീഡേഴ്സിനോട് ഹ്യൂമിലിറ്റി, റീസൺ, സയൻറ്റിഫിക് തിങ്കിങ് ഇതിലൂടെയൊക്കെ മുന്നോട്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. അതായത് വിനയം, യുക്തിചിന്ത, അതുപോലെ ശാസ്ത്രീയ ബോധം, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്.